നമസ്കാരം. ആം ആദ്മി പാർട്ടിയുടെ കരുത്തുറ്റ യുവമുഖവും അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തനുമായ രാഘവ് ചദ്ധയെ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തു നിന്നും നീക്കി ആം ആദ്മി പാർട്ടി. ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് വൻ ചർച്ചയാവുകയാണ്. 2023 മുതൽ വഹിച്ചു വന്ന പദവിയിൽ നിന്ന് ചദ്ധയെ നീക്കി പഞ്ചാബ് MP അശോക് മിത്തലിനെയാണ് പാർട്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ ചദ്ധയ്ക്ക് സംസാരിക്കാൻ സമയം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് രാജ്യസഭാ സെക്രട്ടേറിയറ്റിന് പാർട്ടി കത്തു നൽകിയത് അണികളെയും രാഷ്ട്രീയ നിരീക്ഷകരെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കെജ്രിവാളിന്റെ വിശ്വസ്തരിൽ ഒരാളായി അറിയപ്പെട്ടിരുന്ന ചദ്ധയും പാർട്ടിയും തമ്മിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മദ്യനയ കേസിൽ കെജ്രിവാളും സിസോദിയയും കുറ്റവിമുക്തരായപ്പോൾ പോലും ചദ്ധ പുലർത്തിയ രഹസ്യമൗനം ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഡെലിവറി ബോയായും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചും ശ്രദ്ധേയനായ ചദ്ധയെ പാർട്ടി പെട്ടെന്ന് കൈവിടാൻ കാരണം എന്താണ്? ഇത് വെറുമൊരു സ്ഥാനമാറ്റമോ അതോ പുറത്തേക്കുള്ള വഴിയോ? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ മാറ്റം സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് രാജ്യസഭാ സെക്രട്ടേറിയറ്റിന് കൈമാറിയിട്ടുണ്ട്. പാർലമെന്റിൽ സംസാരിക്കാൻ ചദ്ധയ്ക്ക് സമയം അനുവദിക്കരുത് എന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. ഈ നീക്കം പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ടെന്ന സൂചനകൾ നൽകിയതോടെ എല്ലാം ശുഭകരമാണെന്നും ഇതൊരു സാധാരണ നടപടിക്രമം മാത്രമാണെന്നും അശോക് മിത്തൽ ഇന്ത്യ ടുഡേ TVയോട് പറഞ്ഞു. എല്ലാവർക്കും അവസരം ലഭിക്കണമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആം ആദ്മി പാർട്ടിയെയും അതിന്റെ ഉന്നത നേതൃത്വത്തെയും ബാധിക്കുന്ന സുപ്രധാന സംഭവ വികാസങ്ങളിൽ ചദ്ധ തുടരുന്ന മൗനത്തിനിടയിലാണ് ഈ മാറ്റം. എന്നാൽ പാർട്ടി കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുന്നതിനെ ചൊല്ലി നേരത്തെയും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മദ്യനയ കേസിൽ കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ തന്റെ പ്രതികരണം വൈകിയതിന് കാരണം UK നടത്തിയ നേത്ര ശസ്ത്രക്രിയയിൽ നിന്നുള്ള സുഖപ്രാപ്തിയാണെന്നാണ് പഞ്ചാബ് MP അന്ന് ചൂണ്ടിക്കാട്ടിയത്. 2024 എത്തുമ്പോൾ ഡൽഹി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നിവരെ ഫെബ്രുവരിയിൽ കോടതി എല്ലാ കുറ്റങ്ങളിൽ നിന്നും വിമുക്തനാക്കിയപ്പോഴും ചദ്ധ പരസ്യമായി പ്രതികരിച്ചില്ല. സഹപ്രവർത്തകർക്ക് ആശ്വാസം ലഭിച്ച വാർത്ത അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാത്തതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പാർട്ടി ഓഫീസിൽ കെജ്രിവാൾ നടത്തിയ വാർത്താ സമ്മേളനം, BJPക്കെതിരെ ആഞ്ഞടിച്ച ജന്തർ മന്ദറിലെ ജനസഭ തുടങ്ങിയ പ്രധാന പരിപാടികളിലും 37-കാരനായ ഈ MPയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റായ ചദ്ധ 2012 പാർട്ടി രൂപീകരണം മുതൽ ഒപ്പമുള്ളയാളും കെജ്രിവാളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയുമാണ്. പാർട്ടിയുടെ ദേശീയ ട്രഷററായും പരമോന്നത തീരുമാനങ്ങൾ എടുക്കുന്ന പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിന്റെ ഏകോപനത്തിലും അദ്ദേഹം പങ്കുവഹിച്ചിരുന്നു. ഡൽഹി MLA ആയിരിക്കെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളിൽ ഒരാളാണ്. രാജ്യസഭാ MP എന്ന നിലയിൽ ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭ്യമല്ലാത്ത വിഷയം അദ്ദേഹം സഭയിൽ ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കുറഞ്ഞ നിരക്കിൽ ലഘുഭക്ഷണം നൽകുന്ന ഉഡാൻ യാത്രി കഫേകൾ ആരംഭിച്ചു. ഗിഗ് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി വാദിച്ചും 10 മിനിറ്റ് ഡെലിവറി എന്ന രീതി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം സാധാരണക്കാർക്കായി നിലകൊണ്ടു. ഇതിന്റെ ഭാഗമായി ഡെലിവറി തൊഴിലാളികളുടെ ദുരിതം നേരിട്ട് ബോധ്യപ്പെടാൻ ഒരു ദിവസം അദ്ദേഹം ബ്ലിങ്കിറ്റ് ഡെലിവറി എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുക വരെ ചെയ്തിരുന്നു. നിലവിൽ പുരോഗമിക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ പുരുഷന്മാർക്ക് ശമ്പളത്തോടുകൂടിയ പിതൃത്വ അവധി നിയമപരമായ അവകാശമാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉപഭോക്തൃ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു. 30 ദിവസത്തെ ടെലികോം താരിഫ് പ്ലാനുകൾ നടപ്പിലാക്കണമെന്നും മൊബൈൽ ഡാറ്റ റോൾ ഓവർ ചെയ്യുന്നതിലും കൈമാറുന്നതിലും കൂടുതൽ ഇളവുകൾ വേണമെന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും പാർലമെന്റിലെ സാധാരണക്കാരുടെ ശബ്ദമായിരുന്നു ചദ്ധ. ചദ്ധ എന്തിനാണ് ആം ആദ്മി പാർട്ടി നിശബ്ദനാക്കുന്നതെന്ന ചോദ്യം വ്യാപകമായി ഉയരുന്നുണ്ട്. എന്തായാലും ചദ്ധ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല.